വിയന്ന നഗരഹൃദയത്തിൽ നിന്നും 18 കിലോമീറ്റർ അകലെ ഷേഹറ്റിലാണ് ഈ വിയന്ന ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓസ്ട്രിയൻ എയർലൈൻസിന്റെയും നൈക്കിയുടെയും ഹബ്ബ് കൂടിയായ ഇത് രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളമാണ്. 1938 മിലിറ്ററി എയർപോർട്ടായി ആരംഭിച്ച ഈ വിമാനത്താവളത്തിന് രണ്ടാം ലോകമഹായുദ്ധത്തിൽ സവിശേഷമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അക്കാലത്ത് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ് നിർമ്മാണശാലയും ഇവിടെ പ്രവർത്തിച്ചു. 1954 യാത്രാവിമാനങ്ങളുടെ എയറോഡ്രോമായി ഇവിടം മാറിയത്. 1990കളിൽ വിപുലമായ വികസന പ്രവർത്തനങ്ങളിലൂടെ ഓസ്ട്രിയയിലെ ഏറ്റവും വലുതും പ്രാധാന്യമാർന്നതുമായ എയർപോർട്ടാക്കി ഇതിനെ മാറ്റുകയാണ് ഉണ്ടായത്. വിയന്ന നഗരഹൃദയത്തിൽ നിന്നും 18 കിലോമീറ്റർ അകലെ ഷേഹറ്റിലാണ് ഈ വിയന്ന ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓസ്ട്രിയൻ എയർലൈൻസിന്റെയും നൈക്കിയുടെയും ഹബ്ബ് കൂടിയായ ഇത് രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളമാണ്. 1938 മിലിറ്ററി എയർപോർട്ടായി ആരംഭിച്ച ഈ വിമാനത്താവളത്തിന് രണ്ടാം ലോകമഹായുദ്ധത്തിൽ സവിശേഷമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അക്കാലത്ത് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ് നിർമ്മാണശാലയും ഇവിടെ പ്രവർത്തിച്ചു. 1954 യാത്രാവിമാനങ്ങളുടെ എയറോഡ്രോമായി ഇവിടം മാറിയത്. 1990കളിൽ വിപുലമായ വികസന പ്രവർത്തനങ്ങളിലൂടെ ഓസ്ട്രിയയിലെ ഏറ്റവും വലുതും പ്രാധാന്യമാർന്നതുമായ എയർപോർട്ടാക്കി ഇതിനെ മാറ്റുകയാണ് ഉണ്ടായത്. വിമാനം നിശ്ചലമാവും മുൻപ് തന്നെ പതിവ് പോലെ ഏതാനും പേർ ചാടി എണീറ്റ് കഴിഞ്ഞു. മറ്റുള്ളവരും പുറത്തേക്കിറങ്ങാനുള്ള ഊഴം കാത്തങ്ങനെ നിൽക്കുന്നു. ഞാൻ ഓസ്ട്രിയയുടെ മണ്ണിലേക്ക് ഇറങ്ങി. ഗോവണി വഴി ഇറങ്ങിയ യാത്രികരെ ഒരു ബസ്സിൽ ടെർമിനലിലേക്ക് കൊണ്ടുപോവുകയാണ്. കഠിനമായ തണുപ്പില്ലാത്ത അന്തരീക്ഷമാണ് ഇപ്പോൾ ഓസ്ട്രിയയിൽ. വെയിലുള്ള തെളിഞ്ഞ അന്തരീക്ഷം. എനിക്ക് ചിത്രീകരണത്തിന് ഏറ്റവും പറ്റിയ സമയമാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന നഗരമാണ്. യൂറോപ്പിന്റെ കലാ-സാംസ്കാരിക കേന്ദ്രമെന്ന് വിയന്നയെ വിശേഷിപ്പിക്കാം. ഇമിഗ്രേഷൻ, കസ്റ്റംസ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ ഇവിടെ എന്നെ കാത്ത് 3 പേരുണ്ട്. ഇടതുവശത്തുള്ളത് അവിനാഷ്, നടുവിലുള്ളത് സിറോഷ്. 2 പേരും മലയാളികളാണ്. സിറോഷ് വിയന്നയിലെ ഒരു പ്രമാണിയാണ്. അവിനാഷ് സ്ലോവാക്യയിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും എന്നെ കാണാൻ വന്നതാണ്. സംവിധായകൻ ലാൽ ജോസിന്റെ സുഹൃത്തുക്കളാണ് അവിനാഷും സിറോഷും. എന്നെ വന്ന് സ്വീകരിക്കണമെന്നും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ലാൽ ജോസ് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇവർ വന്നിരിക്കുന്നത്. പിന്നാലെ